മൈസെൽഫ് ബൈജു ആണ്. ഞാൻ ഗോകുലം ചിറ്റ് ഫൈനാൻസ് കമ്പനീൻ്റെ DGM ആണ്. ഇത് നമ്മളെ ഗോകുലം കോഴിക്കോട് പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് മനോഹരൻ. കറസ്പോണ്ടൻറ്റ് വിബയാണ്. ഇവിടെ ഇരിക്കുന്നത് നമ്മളെ PTA പ്രസിഡൻറ്റ് സുജിത നമ്മളെ ഈ ഫംഗ്ഷൻ്റെ കൺവീനറാണ്, ടീച്ചറാണ്. ഇതിൻ്റെ ഡീറ്റെയിലും ഇതിൻ്റെ ഉൾവശങ്ങളും നവരോത്ഥാന കലോത്സവം ബന്ധപ്പെട്ടിട്ടാണ് പത്രക്കാരെയെല്ലാം കാണാമെന്ന് കമ്പനിയുടെ സ്കൂളിൻ്റെ തീരുമാനപ്രകാരം ഇവിടെ വന്നത് നിങ്ങളുടെ മുമ്പിൽ. ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മളെ പ്രിൻസിപ്പൽ മനോഹരൻ സാറ് പറയുന്നതായിരിക്കും. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നവരസ കലോത്സവം ഗോകുലം ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിൻ്റെ, അതായത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലായിട്ടാണ് ഗോകുലം പബ്ലിക് സ്കൂളുകൾ പ്രവർത്തിച്ചു വരുന്നത്. കേരളത്തിൽ 7 സ്കൂളുകളുണ്ട്. അതേപോലെ തമിഴ്നാട്ടിൽ ചെങ്കൽപ്പേട്ടിലൊരു സ്കൂളുണ്ട്, മൈസൂരിൽ മറ്റൊരു ഇൻ്റർനാഷണൽ സ്കൂൾ ഗോകുലത്തിൻ്റെത്. ഈ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളൊക്കെ വാർഷിക കലോത്സവമാണ് ഈ മാസം 24, 25, 26 തീയതികളിൽ കോഴിക്കോട് ഗോകുലം പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കുന്നത്. ഏകദേശം 3 ദിവസത്തെ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 24-ാം തീയതിയാണ് ഓഫ് സ്റ്റേജ് ഐറ്റം, അതായത് രചനാ മത്സരങ്ങളുടെയൊക്കെ നടക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം അസിസ്റ്റൻറ്റ് കലക്ടറാണ്, കോഴിക്കോട് അസിസ്റ്റൻറ്റ് കലക്ടറാണ് നിർവഹിക്കുന്നത്. 25-ാം തീയതിയാണ് കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കോഴിക്കോട് MP ശ്രീ MK രാഘവൻ അവർകളാണ്. ശ്രീ ഗോകുലം ഗോപാലൻ അധ്യക്ഷത വഹിക്കും. മറ്റ് ഗോകുലം ഫ്രറ്റേണിറ്റിയൊക്കെ തന്നെ അന്നേ ദിവസം കോഴിക്കോട് ഗോകുലം പബ്ലിക് സ്കൂളിലുണ്ടാവും. ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗോകുലം സ്കൂളുകൾ സാഹിത്യനഗരി പദവി ലഭിച്ച കോഴിക്കോടിൻ്റെ ഒരു അക്ഷരാർപ്പണം നടത്തുകയാണ് അന്നേ ദിവസം. കോഴിക്കോടിൻ്റെ മഹാന്മാരായ എഴുത്തുകാരുടെ മക്കളെല്ലാവരെയും കോഴിക്കോട് സ്കൂളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവരെ ആദരിക്കുകയാണ്. അതായത് വൈക്കം മുഹമ്മദ് ബഷീർ, SK പൊറ്റക്കാട്, MT വാസുദേവൻ നായർ, T ദാമോദരൻ, KA കൊടുങ്ങല്ലൂർ, UA ഖാദർ, വനത്തിൽ കുഞ്ഞബ്ദുള്ള തുടങ്ങി കോഴിക്കോടിൻ്റെ സ്വന്തം എഴുത്തുകാരുടെ മക്കൾ, അതായത് MT ഒഴികെ മറ്റാരെയും കാണാൻ നമ്മുടെ കുട്ടികൾക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഗോകുലം സ്കൂളുകൾ ഈ എഴുത്തുകാരുടെ മക്കളിലൂടെ ഗോകുലം ഈ എഴുത്തുകാരെ ആദരിക്കുകയാണ്. സാഹിത്യനഗരി പദവി ലഭിച്ച കോഴിക്കോടിന് ഉള്ള ഒരു അക്ഷരാർപ്പണമാണ് ഈ പരിപാടിയിലൂടെ ഗോകുലം ഫ്രറ്റേണിറ്റി ഉദ്ദേശിക്കുന്നത്. 26-ാം തീയതിയാണ് ഈ ഗോകുലം കലോത്സവത്തിൻ്റെ സമാപനം. അന്നേ ദിവസം വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം വടകര MP ശ്രീ ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രശസ്ത സിനിമാ താരം ഉണ്ണി മുകുന്ദൻ മുഖ്യ അതിഥിയായിരിക്കും. അദ്ദേഹമാണ് ഈ കലോത്സവത്തിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുന്നതും സമ്മാനദാനം നിർവഹിക്കുന്നതും. എല്ലാ ഈവൻറ്റും, അതായത് മറ്റ് സ്റ്റേറ്റ് കലോത്സവം അല്ലെങ്കിൽ CBSE കലോത്സവം പോലെ തന്നെ എല്ലാ ഈവൻറ്റിലും മത്സരങ്ങളുണ്ടാവും. ഗോകുലത്തിൻ്റെ എല്ലാ സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾക്കാണ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുക. നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് വളയനാട് ക്ഷേത്രത്തിന് സമീപമുള്ള കൊമേരി എന്ന സ്ഥലത്താണ്. അവിടെയാണ് ഏകദേശം 5 വേദികളിലായി 3 ദിവസം ഈ പരിപാടികൾ നടക്കുന്നത്. ഏകദേശം ഒരു 1500 സ്റ്റുഡൻസാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്കൂളുകളിൽ നിന്നൊക്കെ ആയിട്ട്. സോ PTA പ്രസിഡൻ്റ് ഒന്ന് അഡ്രസ്സ് ചെയ്യുന്നു. നിങ്ങൾ നവരസ എന്ന പേര് നടത്തപ്പെടുന്ന ഇൻ്റർ ഗോകുലം സ്കൂൾ ഒരു പ്രതിഭാ സംഗമം തന്നെയാണ്. നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ പ്രിയങ്കരായ എഴുത്തുകാരുടെ മക്കളെ ആദരിക്കാനുള്ള ഒരു വേദിയും കൂടെ ഈ ഒരു പ്രതിഭാ സംഗമത്തോടു കൂടി നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മുടെ കുരുന്നു പ്രതിഭകൾ 1500-ലധികം വരുന്ന കുരുന്നു പ്രതിഭകൾ മാറ്റിവെക്കുന്ന ആ ഒരു ചടങ്ങ് നമ്മുടെ പൊതുജന സമക്ഷത്തിലേക്ക് എത്തിക്കേണ്ടത് പ്രിയങ്കരായ
മാധ്യമ സുഹൃത്തുക്കളുടെ ഒരു ഭാഗമാണ്. തീർച്ചയായും അതിനുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ മീഡിയയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നുള്ളൊരു ആഗ്രഹം കൂടെ പങ്കുവെക്കുകയാണ്. അതിൻ്റെ വിജയത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അതിനുള്ള എല്ലാ സപ്പോർട്ടും മീഡിയേൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടെ നിങ്ങളുടെ മുൻപ് വെച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഗുരുവായൂർ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ വെച്ചായിരുന്നു. അത് ഫസ്റ്റ് നവരസയായിരുന്നു കഴിഞ്ഞ വർഷം. ഇത് സെക്കൻഡ് എഡിഷനാണ് കോഴിക്കോട് വെച്ച് നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ വിന്നേഴ്സ് കോഴിക്കോട് ഗോകുലം പബ്ലിക് സ്കൂളായിരുന്നു. അപ്പം ഈ വർഷം കോഴിക്കോട് സ്കൂളിൽ തന്നെ നടത്തുന്നുള്ളൊരു പ്രത്യേകത കൂടിയാണ്. 4th പൊസിഷനായിരുന്നു കഴിഞ്ഞ കൊല്ലം സഹോദയയിൽ. അപ്പം എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തണം.